നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം മുക്കാനാണ് പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും വീടുകളിലെ ED റെയ്ഡ്. അസാധാരണമായ ഈ ആരോപണം ഉന്നയിച്ചത് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ്. ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റെയ്ഡിന് പിന്നിലെ ഉദ്ദേശത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. അതീവ ഗൗരവമുള്ള വിഷയമാണ്, രാഷ്ട്രീയമായും ഔദ്യോഗികമായും. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡും സംസ്ഥാനത്തെ ഇടതു സർക്കാരും പ്രതിരോധത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ കേന്ദ്ര ഏജൻസി സഹായിച്ചു എന്നല്ലേ സുരേഷ് ഗോപി പറഞ്ഞു വച്ചത്? CPM BJP അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമെന്ന കോൺഗ്രസ് ആരോപണത്തിന് ശക്തി പകരുന്നത് കൂടിയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഇതിനെല്ലാം അപ്പുറം EDയും NIAയും അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയ്ക്ക് മേൽ ചോദ്യം ഉന്നയിക്കുന്നത് കൂടിയാണ്. എനിക്കറിയില്ല, സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ രണ്ടുപേരെ ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തത്? ഇതു സംബന്ധിച്ച് NIAയും EDയും എല്ലാം അന്വേഷിക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഒന്നും പറയാനാവുന്നില്ല. ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. കലുങ്ക് ചർച്ചയിൽ പാർട്ടി പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ കേന്ദ്രമന്ത്രിക്ക് തന്നെ വിശ്വാസം ഇല്ലേ? അതോ അങ്ങനെ ഒരു അവിശുദ്ധ ബന്ധം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും തമ്മിലുണ്ടോ? അതോ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് അത്ര ഗൗരവം കൊടുക്കേണ്ടതല്ലേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കാസർഗോഡ് നിന്ന് ഗൗതമാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ഗൗതം, കേൾക്കുമ്പോൾ ഒരു കൗതുകമോ അത്ഭുതമോ ഒക്കെ തോന്നും. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് പറയുന്നത്, ഈ കേരളത്തിൽ സ്വർണ്ണപ്പാളി വിവാദമുണ്ടായപ്പോൾ അത് മുക്കാൻ വേണ്ടിയാണോ ഈ താരങ്ങളെ എയറിൽ കയറ്റിവിട്ടത് എന്നുള്ള ഒരു സംശയം പറയുന്നത്. താരങ്ങളെ എയറിൽ കയറ്റിവിട്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. എന്ത് തോന്നുന്നു താങ്കൾക്ക് ഈ സുരേഷ് ഗോപിയുടെ വാക്കുകളോട്? കിരൺകുമാർ, നമസ്കാരം. നമസ്കാരം. ഈ വിവരക്കേട് വിളിച്ച് പറയുന്ന ആളോ കേന്ദ്രമന്ത്രി? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയല്ലേ? അല്പം ഒരു ബുദ്ധി ചിന്ത എന്ന് പറയുന്നതില്ല എന്ന് മനസ്സിലായി ഇതിൽ നിന്ന്. കോമൺ സെൻസ് ഇല്ല, ഒരു ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയില്ല. CPM കോൺഗ്രസും CPM BJPയും ഡീലാണ് എന്ന് പറഞ്ഞു താങ്കൾ. ഞാനല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇതിൽ ആദ്യം പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? സംസ്ഥാന സർക്കാരിന്റെ ഒരു ആരോപണത്തിൽ വരുന്നു, സംസ്ഥാന സർക്കാർ പെട്ടു നിൽക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണ ഏജൻസി ഇറക്കി താരങ്ങളെ റെയ്ഡ് ചെയ്യുന്നു, വാർത്ത അങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം, കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണത്തിന് ശക്തി പകരുന്നല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ? അദ്ദേഹത്തിന് ബുദ്ധിയില്ലായ്മ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. താങ്കൾക്ക് പറയാം, എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും എനിക്ക് പറയും, ഞാൻ പറയും. താങ്കളുടെ അഭിപ്രായം? അങ്ങനെ ബുദ്ധി ആരുടെയും അങ്ങനെ ഒരാൾക്ക് ബുദ്ധി കൂടുതലുണ്ട് കുറവുണ്ടെന്നും പറയാൻ കഴിയില്ല. ഡീല് എങ്ങനെയാണ് പറയുന്നത്? കേട്ടില്ല. ഡീല് എങ്ങനെയാണ് പറയുന്നത്? BJP CPM ഡീല് എങ്ങനെയാണ് പറയുന്നത്? ശ്രീ ഗൗതം, സംസ്ഥാന സർക്കാർ പ്രതിസന്ധി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അവരെ സഹായിക്കാൻ എത്തിയെന്നല്ലേ ഈ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ അർത്ഥം? അതാണ് വിവരക്കേട് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം പറയാം. അല്ലാതെ അത് ഡീല് എന്ന് എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ ആ വാക്ക് അർത്ഥമാക്കുന്നത്, സുരേഷ് ഗോപിയുടെ വാക്കുകൾ ശരിയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ്. സുരേഷ് ഗോപി പറയുന്നത് അങ്ങേയറ്റത്തെ അധത്മമായ നിലപാട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തുനിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് പറയാം. നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞത് കാര്യമാണ്. കാരണം BJPയും CPMുമായിട്ടുള്ള ആ അലൈൻമെന്റ് അതാണ്. 2036 അധികാരത്തിൽ BJPക്ക് അധികാരത്തിൽ കയറാൻ വേണ്ടി 36 ഈ 2036 ഈ 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 26 10 വർഷം കൂടെ കഴിഞ്ഞു ഇവരെ അതെ ഭരിക്കാൻ വേണ്ടിയാണ് 2036 2025 തന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഡീലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് ഏത് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് ആർക്കറിയാം? ദേശീയ രാഷ്ട്രീയമല്ല, സംസ്ഥാന രാഷ്ട്രീയം ആ രീതിയിലാണ് പോകുന്നത്. 2036 BJP അധികാരത്തിൽ കയറ്റാൻ ആണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണമല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അങ്ങനെ ഒരു ഇത് 2036 അന്ന് എന്തായിരിക്കും രാഷ്ട്രീയ കാലാവസ്ഥ, അന്ന് ഏതൊക്കെ പാർട്ടികളായിരിക്കും ശക്തമായി നിൽക്കുന്നത്, കേരളത്തിൽ അങ്ങനെ എന്തായിരിക്കും ഇതൊക്കെ നമുക്ക് പറയാനൊന്നും കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ആർക്കും പ്രവചിക്കാനും കഴിയുന്ന കാര്യമല്ല. അന്നത്തേക്ക് ഇപ്പോൾ ഒരു ഡീൽ 2036 ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസനീയമായ ഒരു വാദമല്ലല്ലോ അത്. 2036 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകത്തില്ല. പിന്നെ 2036 ഇല്ലാതിരിക്കുന്ന ഒരു പാർട്ടി വെച്ചിട്ട് താങ്കളുടെ വാദം അംഗീകരിച്ച ഇല്ലാതിരിക്കുന്ന ഒരു പാർട്ടി ഞങ്ങൾ അന്ന് നിങ്ങൾക്ക് ഭരണം തരാം എന്ന് പറഞ്ഞ ഡീൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ഇലക്ഷനോട് കൂടി ആ പാർട്ടി തകരും. ശരി, കേരളം 2 തവണ ഭരിച്ച പാർട്ടി ഈ ഇലക്ഷനോട് കൂടി തകരും എന്നൊക്കെ താങ്കൾക്ക് വേണമെങ്കിൽ അഭിപ്രായപ്പെടാം. എന്തായാലും ലോജിക്കലായി ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ അഭിപ്രായപ്പെടാൻ കഴിയില്ല. ശരി, ഇതാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. മൊയ്തീൻ കുഞ്ഞ് ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഒരു ലോജിക്ക് പറയണം. ആ ഒരു ലോജിക്കും ഇല്ലാതെ 2 തവണയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഈ തവണ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ലോജിക്ക് ഇല്ല. 35 വർഷം ഭരിച്ച പശ്ചിമബംഗാളോടെ പോയി. അല്ല, 35 വർഷം ഭരിച്ച പശ്ചിമബംഗാളിലെ പോയത്. ഇപ്പോൾ നിൽക്കുന്ന കേരളത്തിലെ CPM അങ്ങനെ നാളെ തകരാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണോ? ഭരണം കിട്ടില്ല എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഭരണം കിട്ടും, അല്ലെങ്കിൽ അവർ ദയനീയമായി പരാജയപ്പെടും, അല്ലെങ്കിൽ വമ്പൻ വിജയം നേടും, ഇതൊക്കെ ഓരോ പാർട്ടിക്കാർക്കും പറയാം. പക്ഷേ ആ പാർട്ടി തന്നെ ഇല്ലാതായി പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാതായി പോകുന്നതാണോ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി മെമ്പർമാരൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി? ബംഗാളിലും അങ്ങനെ ഇല്ലാതായി പോയിട്ടൊന്നുമില്ലല്ലോ. അതെല്ലാം BJP-യിലോട്ട് പോകും. ശരി, അപ്പോഴും ഓക്കെ. കോൺഗ്രസ് ഇവിടെ കണ്ടിരിക്കും. താങ്കളെ ഓരോ പ്രവചനങ്ങൾ നടത്തുകയാണ്. പ്രവചനമല്ല നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും ആ ശരിക്കും തെറ്റിനാലും ഇന്നതിൻ്റെ കാരണത്താൽ പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു ലോജിക്ക് വേണം എപ്പോഴും. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുരേഷ് ഗോപി പറയുന്നത് ഈ സംസ്ഥാനത്തെ സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഒരു ഇ ഡി റെയ്ഡ് വന്ന് ഈ ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും ഒക്കെ വീടുകൾ റെയ്ഡ് വന്നതെന്നൊക്കെ പറഞ്ഞത്. ഫലത്തിൽ കേന്ദ്ര ഏജൻസി അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ EDF ആണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായത് എന്ന് ഇവിടുത്തെ BJP-ക്കാർ കേരളത്തിലെ ജനങ്ങളോടൊന്ന് പറയും. ആദ്യം ഇന്ത്യൻ ഭരണഘടന ഒന്ന് വായിക്കണം. 22 ഉറുപ്പികളും ഭരണഘടനയ്ക്ക്. ആ ബുക്ക് വായിക്കുക. ഒന്ന്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത്, ഈ അന്വേഷണം നടന്നിട്ടുള്ള കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത്. തിരുവിതാംകൂർ വിജിലൻസ് ഇന്ന് റിപ്പോർട്ട് SITക്ക് കൈമാറിയിട്ടുണ്ട്. 6 ആഴ്ച കൊണ്ട് ആ റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ലോകത്തിനു മുമ്പിൽ ഇതറിയാം. അതൊന്നും കണ്ട് ഭയപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റിന് ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, വെട്ടിത്തരം വിളിച്ചു പറഞ്ഞ ചില കോൺഗ്രസ്സുകാരും നമ്മൾ ഇപ്പം കണ്ടു. കേരളത്തിൽ നിന്ന് പോയ കരുണാകരന്റെ മകളും ആന്റണിന്റെ മകനും ഇന്ന് BJP-ന്റെ പാളയത്തിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ആരാണ് ഡീല് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. 2026 ജനുവരിയിൽ വീണ്ടും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്രയാണ് എനിക്ക് പറയാൻ. ശരി, ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുരേഷ് ഗോപി പറയുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണ് ഈ താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതെന്നാണ്. കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. ഇവിടെ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അവിടെ BJP അങ്ങനെ ഒരു കേന്ദ്രം ഭരിക്കുന്ന BJP അങ്ങനെ ഒരു സാധനം ചെയ്തു എന്ന് ഒരു കേന്ദ്രമന്ത്രി തന്നെ, BJP നേതാവ് തന്നെ പറയുന്നത് സുരേഷ് ഗോപിയാണ്. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. സാറേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് സാറിനോട്. നമുക്ക് ഈ ലോട്ടറി തൊഴിലാളിയുടെ വിഷയം ഒന്ന് ചർച്ച ചെയ്യണം സാർ. അത് പരിഗണിച്ചില്ല എന്ന് ഞാൻ വിഷയത്തിൽ കിടക്കാം. എന്ത് പറ്റി ലോട്ടറി തൊഴിലാളികളുള്ളത്? ലോട്ടറി തൊഴിലാളിയുടെ സർക്കാരിൽ നിന്നുള്ള ഈ GST വന്നപ്പോഴത്തേക്ക് അവർ തൊഴിലാളികളെ കണ്ടമാനം ഞെരുക്കിയ ഒരു രീതിയാണ്. ഞാൻ അറിയുന്ന ഒത്തിരി തൊഴിലാളികളുണ്ട്. അവരെന്നോട് ഇങ്ങനെ പറയും, ഞാൻ ന്യൂസ് 8 വിളിക്കുന്നു, ഇപ്പോൾ പറയാമെന്ന് ചോദിച്ചു. ശരി, ശ്രീ തങ്കച്ചൻ, ആ വാർത്ത ചെയ്യാം. നമുക്ക് ഇപ്പോൾ താങ്കൾ ഇത് കട്ട് ചെയ്യുമ്പോൾ PCR-ൽ നിന്ന് തന്നെ നമ്മുടെ കോട്ടയം റിപ്പോർട്ടുണ്ട് ജി ശ്രീജിത്തുമായി ബന്ധപ്പെടും. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു വാർത്ത ചെയ്യാം. ശരി, പറഞ്ഞോളൂ, താങ്കൾ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ. സുരേഷ് ഗോപി സാറ് പറഞ്ഞത് സത്യമായ കാര്യമാണ്. ഒരു സത്യസന്ധനായ ഒരു മന്ത്രിയാണത്. നമുക്ക് എല്ലാ കാര്യങ്ങളും പല കാര്യത്തിലും ഓരോ വിഷയത്തിലും എടുത്ത കാര്യങ്ങളിൽ വെച്ച് നോക്കും സത്യസന്ധത. ഇന്നലെ തന്നെ ഈ കാര്യം പറഞ്ഞതിൽ മുഖ്യമന്ത്രി ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ദർശിച്ചു പോകേണ്ട കാര്യം എന്താ? ഈ കാര്യങ്ങൾ മുക്കാനും ഈ കാര്യങ്ങൾ സംസാരിക്കാനും
ചർച്ച ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. നമ്മുടെ മുണ്ടത്തിൽ ഇവരുടെ പറഞ്ഞ വിഷയങ്ങൾ ഇന്നേ കാണുകയുള്ളൂ, പ്രധാനമന്ത്രിയെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ വന്ന് സ്ഥിതിക്ക് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. സുരേഷ് ഗോപി സത്യസന്ധനായോണ്ട് തുറന്നു പറഞ്ഞു. മറ്റുള്ള അപ്പൊ താങ്കൾ പറയുന്നത് തങ്കച്ചൻ, താങ്കൾ പറയുന്നത് കേരളത്തെ സംസ്ഥാന സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയെ പറഞ്ഞു വിട്ടതാണ് എന്നാണോ? തീർച്ചയായിട്ടും സംശയത്തിന്റെ കാര്യത്തില്ല. അതല്ലേ ഇതേ അന്വേഷണ ഏജൻസി അല്ലേ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും മറ്റ് നിരവധി CPM-ന്റെ നേതാക്കളെയും ഒക്കെ നിരന്തരം അവർക്കെതിരെ കേസുകൾ എടുക്കുകയും അവരെ എല്ലാം ഇങ്ങനെ സംശയത്തിൻ്റെ നിലനിർത്താൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഇപ്പോഴത്തെ സർക്കാർ അല്ലാത്ത കാര്യത്തിൽ സഹകരണ മേഖലയെല്ലാം മുങ്ങിക്കില്ല. സഹകരണം ഭരിക്കുന്നത് ശരിക്കും അമിത്ഷാ അല്ലേ കേന്ദ്ര സഹകരണം ഭരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം സംസാരിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടും നമ്മുടെ നിർമ്മല ശ്രീരാമനോട് സംസാരിച്ച കാര്യം എന്താണെന്ന് വിഷയം പറഞ്ഞിട്ടില്ല ആരോടും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സിയാദാണ് അടൂരിൽ നിന്നാണ്. സിയാദ്, താങ്കൾക്ക് പറയാം. സാർ ഞാൻ TV അങ്ങോട്ട് മാറ്റി, ഞാൻ വെളിയിലോട്ട് നോക്കിയട്ടെ. സിയാദെ പറഞ്ഞോളൂ. സാർ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. ഉള്ള കാര്യം പറയാലും ശരി, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചൊറിഞ്ഞു വരണം. അങ്ങനെയാണല്ലോ ഒരു പൗരബോധം എന്നൊക്കെ പറയുന്നത്. അത് നല്ലതാണ്, പറഞ്ഞോളൂ. ഞാനൊരു മുസൽമാനാണ്. ഞാൻ 15 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ശരി. എന്റെ വീട്ടുകാരെല്ലാം CPM അല്ല, ഞാൻ കട്ട BJP-ക്കാരാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിപ്പം ഈ പിന്നെ സുരേഷ് ഗോപി എന്തുകൊണ്ട് വിമർശിക്കുന്നു? സുരേഷ് ഗോപി എന്ത് പറ്റി? അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് സുരേഷ് ഗോപി നല്ല മനുഷ്യനോ ചീത്ത മനുഷ്യനോ എന്നുള്ള അല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞത് കേരളത്തിൽ സ്വർണ്ണപ്പാളി വിവാദം വന്നപ്പോൾ അത് മുക്കാൻ വേണ്ടിയാണോ ഈ ED-യും അന്വേഷണ ഏജൻസികളൊക്കെ വന്ന് താരങ്ങളെ പിടിച്ചത്, താരങ്ങൾക്ക് നേരെ അന്വേഷണം നടത്തിയത് എന്നാണ് പറയുന്നത്. അത് കേന്ദ്രമന്ത്രി തന്നെയാണ് പറയുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസി സംസ്ഥാന സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഏത് സർക്കാരുണ്ട് സംസ്ഥാനത്ത്? സിയാദ്, താങ്കൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിലല്ല മറുപടി പറയുന്നത്. പറയൂ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ മുമ്പ് ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിന് ഒരു പറഞ്ഞത് കേട്ടോ. ശരി സിയാദ്, എന്തായാലും സിയാദ് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിനകത്തില് ഞാനിപ്പോ പോയി, ഞാൻ പത്തനംതിട്ട സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ട് ഇങ്ങോട്ട് വന്ന വഴിയാ. ശരി, ഇങ്ങനെ മാർച്ചിലൊക്കെ പോകുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തനമാണ് താങ്കളെങ്കിൽ, താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടി പ്രവർത്തനമാണെങ്കിൽ ഈ ആ പാർട്ടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലൊക്കെ മറുപടി പറയാനും അതിന് അഭിപ്രായം പറയാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. അതൊക്കെ പറയുകയും കൂടി വേണം. അല്ലാതെ ഏത് സർക്കാരുണ്ടിരിക്കുന്നു എന്ന് ചോദ്യമല്ല അവിടെ. ശരി സിയാദെ. ശ്രീ പ്രദീപാണ്, ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? ഞാൻ വാർത്ത, അത് മാധ്യമങ്ങൾ ഈ വാർത്ത പൊക്കിക്കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. മാധ്യമങ്ങൾ അത് പിന്നീടാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ആദ്യം വളരെ വ്യക്തമായി തന്നെ സുരേഷ് ഗോപി പറയുന്നത് സ്പീഡ് തീർച്ചയായിട്ടും പറഞ്ഞ സംഗതി ഇത് തന്നെ. പറഞ്ഞ സംഗതി എങ്ങനെയാണ്? സ്പീഡിന്റെ വ്യത്യാസമില്ലല്ലോ. പുള്ളി വളരെ കൃത്യമായി തന്നെ, ഞാൻ തുടക്കത്തിൽ അത് ആ വാചകം അതുപോലെ തന്നെ വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അല്ലാതെ BJP-യും LDF ആയിട്ട് എന്നാ? അല്ല, അതെനിക്കറിയില്ല. സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ആ വാചകം പറയാം. എനിക്കറിയില്ല, സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ രണ്ടുപേരെ ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തത്? അത് സംബന്ധിച്ച് NIA-യും ED-യും എല്ലാം അന്വേഷിക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് എനിക്കൊന്നും പറയാനാവുന്നില്ല. ഇതായിരുന്നു പറഞ്ഞത്. പറഞ്ഞു പോയപ്പോ സംഗതി ഈ ചില മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഉള്ളു പറഞ്ഞത് സംഭവം ശരിയാണ്. അതിപ്പം മറ്റേ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് 1 മണിക്കൂറായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം പുള്ളി പറഞ്ഞപ്പോ ഒരു പെട്ടെന്നൊരു ഇതിലങ്ങ് പറഞ്ഞുള്ളൂ. ഒരു കേന്ദ്രമന്ത്രിയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു വട്ടത്തിന് അങ്ങനെ പറയേണ്ടതല്ലോ. അതൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമല്ലേ? ഇത് ED മാത്രമല്ല അന്വേഷിക്കണം, ഇത് ഇൻകം ടാക്സും. ആരന്വേഷിച്ചാലും ഇതെല്ലാം കേന്ദ്ര ഏജൻസികളല്ലേ? ഞാനിപ്പോ ഒരു വണ്ടി എടുത്തുന്നവരെ എന്റെ വീട്ടിലും വരും. ശ്രീ പ്രദീപ്, അതൊന്നുമല്ല വിഷയം. ഇവിടെ അന്വേഷിക്കാൻ വന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അങ്ങനെ അന്വേഷിക്കാൻ വന്നത് സ്വർണ്ണപ്പാളി മുക്കാനെന്നല്ല അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാചകം ആണ്, സുരേഷ് ഗോപി പറഞ്ഞ വാചകമാണ് ഞാൻ വായിച്ചത്. സ്വർണ്ണപ്പാളി കേസ് മുക്കാൻ മാധ്യമങ്ങൾ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പ്രദീപ്, അങ്ങനെയല്ല സുരേഷ് ഗോപി പറഞ്ഞത്. വളരെ കൃത്യമായി തന്നെ പിണറായി വിളിച്ചാൽ വരുമോ?
സുരേഷ് ഗോപി പറഞ്ഞ വാചകങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും കേൾപ്പിക്കാൻ ഇത് സമയമില്ല. പറഞ്ഞ വാചകങ്ങളൊക്കെ യൂട്യൂബിലെല്ലാം ലഭ്യമാണ്. താങ്കൾക്കൊന്ന് പരിശോധിച്ചാൽ കൃത്യമായി തന്നെ കിട്ടും. താങ്കൾ അതിപ്പോൾ പരിശോധിച്ചോളൂ. അങ്ങനെയല്ല എങ്കിൽ താങ്കൾക്ക് അപ്പോൾ ബോധ്യപ്പെടും. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുരേഷ് ഗോപി പറഞ്ഞു കേട്ടാൽ BJPയും CPM തമ്മിൽ എന്തോ ഡീലുണ്ട് എന്ന മട്ടിലാണ്. ഇവിടെ ഒരു അപകടം വന്നപ്പോൾ അവർ പെട്ടെന്നൊരു റെയ്ഡുമായി വന്നു. ആ റെയ്ഡ് വന്ന് ഈ വാർത്തയെ മുക്കാനാണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി അവകാശപ്പെടുന്നത്. അതൊന്നുമല്ല സാറേ. പിന്നെ അതായത് ഈ പെരുങ്കള്ളം മാത്രമാണ് അത് ആർത്തന്നെ നിൽക്കട്ടെ. സുരേഷ് ഗോപി വെള്ളത്തോടെ ചേരൂ. അയാള് പിന്നെ മാധ്യമ പ്രവർത്തകരോടെല്ലാം കയർത്തിട്ടും മറ്റുള്ള സിനിമയിൽ അഭിനയിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത്. പ്രായം കൊണ്ടായ നമുക്കും എല്ലാം പ്രായം, പിന്നെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആൾ തന്നെയാ. അത് പിന്നെ ഈ തെറ്റ് ചെയ്ത ആൾക്ക് ഒരു ഇത് ഇട്ടുകൊടുക്കുന്ന അയാള്. അതായത് ഈ സിനിമാ മേഖലയിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ കൈയും കാലും ഡയറക്ടറെയും പിന്നെ പ്രൊഡ്യൂസറിലും കൈയും കാലും പിടിച്ചിട്ട് പിന്നെ ജനങ്ങൾ ടിക്കറ്റ് ഇവരെ ഉയർത്തി കഴിഞ്ഞാൽ ഇവർ റെഡിമെന്റ് തൊട്ട് നാട് നിറച്ചും വാഹനം എടുത്ത് സാധുക്കൊന്നും കൊടുക്കൂല. അവകാശപ്പെട്ട കൂട്ടർ പോയാലും ഇത് പിന്നെ നാട് നിറച്ചും വാഹനം എടുത്തത് പിന്നെ ക്ഷേത്രത്തിലെല്ലാം കൊണ്ടുപോയിട്ടും കൊടുക്കലും പിന്നെ പല പിന്നെ അഭിമാനം അവര് പ്രകടിപ്പിക്കലുണ്ടാവും. അതുകൊണ്ട് അവരെ കൂടെ ഇയാൾ ചാഞ്ഞിട്ട് കളിക്കുന്നതാ. ഇദ്ദേഹത്തിൽ നിന്ന് MP പദം എന്ന് പറഞ്ഞാല് നല്ല, അതായത് ജനങ്ങളെ സേവിക്കുന്ന രീതിയിലായി. അതില് ജാതി മതം മറ്റുള്ള രാഷ്ട്രീയം ഒന്നും ആരും കാണാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ സാറ് പറഞ്ഞു കൊടുത്തിട്ടും ചിലയാൾക്ക് തിരിയുന്നില്ല. സാറ് പറയുന്നുണ്ട്, അതായത് സുരേഷ് ഗോപി പറയുന്നുണ്ട് മറ്റേ സ്വർണ്ണപ്പാളിയെ മുക്കണ്ടത് പിന്നെ ഇല്ലാണ്ടാക്കുന്ന ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA നാഷണൽ ഇന്റലിജൻസ് അതും എല്ലാം വരുന്നത് എന്ന് പറയുമ്പോൾ തിരിയുന്നില്ല. എന്നിട്ട് പിന്നെ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ മഞ്ഞക്കണ്ണടി ഇട്ട കൂട്ടർക്ക് അത് മഞ്ഞക്കണ്ണടിയായിട്ട് തെറ്റ് പോലെ നമുക്ക് രാഷ്ട്രീയം ഞാൻ വ്യക്തിക്കായി ഇതുവരെ വോട്ട് കൊടുത്ത് തെറ്റ് ചെയ്യുന്ന ഏത് രാഷ്ട്രീയക്കാർക്കും പിന്നെ വളോട്ട് കൊടുക്കുറവ്. അവര് പിന്നീട് ജനങ്ങൾക്ക് ദ്രോഹമായിട്ടാ വരിക. അവര് ഇപ്പം കാണുന്നില്ലേ പലതരത്തിലുള്ള ക്ഷേത്രത്തിൽ തന്നെ ഇപ്പൊ എന്തെന്നാ അമ്പലം പിരിഞ്ഞ് എന്തെല്ലാ കളി. പക്ഷെ അത് ഗവൺമെന്റിന്റെ തെറ്റാ. അത് മുതൽ സെറ്റ് വരെ ആദ്യം നോക്കണ്ടേ, അവസാനം ഫൈനൽ ഘട്ടത്തില ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. സാറ് പറയുമ്പോ സാറ് ബുദ്ധിപരമായിട്ട് പറയുമ്പോ ഞാൻ നമുക്ക് വയസ്സന്നെ 74 അതിന്റെ ബുദ്ധി സാമർഥ്യം ഉണ്ട്. പക്ഷെ അത് പറയുമ്പോ തിരിഞ്ഞിട്ടും തിരിയാതെ പോലെ ചാലഞ്ച് ചെയ്യുക. അത് ചാലഞ്ച് ചെയ്യുന്ന രീതിയിലാ ഓരോരാള് സംസാരം. അത് കുഞ്ചൻ തമ്പ്യാർ പറഞ്ഞ പോലെ പൊതുജനം പലവിധല്ലേ, പിന്നെ കാക്കക്ക് നൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എന്നാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു പാർട്ടീന്റെ തെറ്റ് കണ്ട് ആ തെറ്റിലേക്ക് അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രതിയാണ് വിളിക്കുന്നത്, ശ്രീ പാലക്കാട് നിന്നാണ്. ശ്രീ രതി, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? രവി, വടക്കഞ്ചേരി, മംഗലം. വടക്കഞ്ചേരി, ഓക്കെ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സുരേഷ് ഗോപി പറഞ്ഞ വാചകം അത് പാലക്കാട് തന്നെയാണ്, പാലക്കാട് നടത്തിയ ഒരു കലുങ്ക് സഭയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതെ അതെ, പാലക്കാടാണ് നടത്തിയത്. പക്ഷേ ഇപ്പൊ BJPക്ക് ഒരു ശാപമായി മാറിയിരിക്കുകയാണ് ശ്രീ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി. എന്താന്ന് വെച്ചാല് മുമ്പ് അദ്ദേഹം വിളക്ക് കൊളുത്താൻ വേണ്ടി വരുന്ന രംഗം പോലും കണ്ടു. സിനിമ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്തോട്ട് കാണിക്കുന്ന പോലെ വിളക്ക് കൊളുത്താൻ എടുത്ത തിരുവിളക്ക് എടുത്ത് ഉയർത്തി കാണിച്ച് ജനങ്ങളിലേക്ക് കാണിച്ചതൊക്കെയാണ് വിളക്ക് കൊളുത്തുന്നത്. എന്താണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ ആദ്യം മനസ്സിലാവേണ്ടത് ഇദ്ദേഹത്തെ പോലുള്ള കേന്ദ്രമന്ത്രിമാരെ മനസ്സിലാക്കേണ്ടത് ED എന്നുള്ളത് ഒരു കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിലുള്ളതാണെന്നും അവരുടെ നിയമപ്രകാരമാണ് ED അന്വേഷിച്ച് പോകുന്നതെന്നുള്ളതും ആദ്യം മനസ്സിലാക്കണം. ഇതുവരെ ഒരൊറ്റ BJPക്കാരുടെ വീട്ടിലും ഈ അല്ലെങ്കിൽ ഒരു NDAയുടെ മെമ്പർമാരുടെ വീട്ടിലും ED അന്വേഷിച്ച് പോയിട്ടില്ല. ED അന്വേഷിച്ച് പോയിട്ടുള്ളതും കേസുകൾ എടുത്തിട്ടുള്ളതും എല്ലാം ഉണ്ടായിട്ടുള്ളതും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഇനി ഇവിടുത്തെ BJPക്കാരോട് ചോദിച്ചാൽ അവർക്ക് പോലും മറുപടി ഉണ്ടാവില്ല. വളരെ വിഷമമുണ്ട്. ഇദ്ദേഹത്തെ പോലുള്ളവര് ഇപ്പോഴും സിനിമാ ലോകത്തുനിന്ന് ഇറങ്ങി വരാതെ മന്ത്രിയായി കസറിൽ കയറിയിരിക്കുന്നതുകൊണ്ടുള്ള വിഷമം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനെ യോജിച്ച പോലെ അല്ല സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരന്റെ വ്യക്തമാണ്. ശ്രീ രതി, നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ വിക്രമനാണ്, അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിക്രമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുരേഷ് ഗോപി പറഞ്ഞതിനെ ആ മട്ടിൽ ഗൗരവമായി എടുത്തു കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. സംസ്ഥാനത്തിന് ഒരു അപകടം വന്നപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസി മറ്റൊരു തന്ത്രവുമായി ഇറങ്ങി എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ ഓരോ ദിവസവും സുരേഷ് ഗോപിക്ക് സ്വഭാവത്തിൽ മാറ്റം വരും. അതുകൊണ്ട് പറയുന്നതാണ്.
അല്ല വേറെ ഒന്നും കൊണ്ട് പറയുന്നല്ല. കാരണം സുരേഷ് ഗോപിയാണ് ഈ ഇ ഡി വരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് ഞാൻ സംശയിക്കും. കാരണം എന്തറിയോ, പണ്ട് ഗോവയെന്ന് പോണ്ടിച്ചേരുന്നു, ഗോവയിൽ നിന്ന് അങ്ങോട്ട് വണ്ടി ഇറക്കി കേസായപ്പോ അത് മുക്കാൻ വേണ്ടി സുരേഷ് ഗോപി BJP പോയതാ. അതുപോലെ ഈ ദുൽഖറിന്റെയും പൃഥ്വിരാജിനെയും ഒക്കെ BJPയിലേക്ക് കൊണ്ടുപോകാൻ സുരേഷ് ഗോപിയാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എനിക്ക് ഇപ്പോഴും സംശയമാണ്. അല്ലാതെ ഇവിടെ സ്വർണ്ണപ്പാളിയാണോ പിന്നെ സ്വർണം മോട്ടിച്ചാണോ അതിനെ മറിക്കാനൊന്നും അല്ല. ഇത് സുരേഷ് ഗോപിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ് എന്റെ വലുതായ സംശയം. എനിക്കതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സി ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. സി ബിനോയ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സുരേഷ് ഗോപിയുടെ വാക്കുകളെ? നമസ്കാരം കിരൺ. നമസ്കാരം. അതായത് സുരേഷ് ഗോപിയുടെ വാക്ക് നമ്മൾ വിലക്കെടുക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അതിനകത്ത് ഒരു തെറ്റുമില്ല. BJP CPM ഡീല് ഞങ്ങൾ കോൺഗ്രസ് വർഷങ്ങൾ കൊണ്ട് പറയുന്നു. അത് BJPക്കാരനായ സുരേഷ് ഗോപി തന്നെ ഓപ്പണായിട്ട് പറയുകയാണ്. കാരണം സുരേഷ് ഗോപി പറയാനുള്ളൊരു കാരണമുണ്ട്, അത് മനസ്സിലാക്കണം. മാധ്യമ പ്രവർത്തനം എന്നുള്ളത് കിരൺ മനസ്സിലാക്കണം. സംസ്ഥാന BJP നേതാക്കന്മാരും സുരേഷ് ഗോപിയും രണ്ട് തട്ടിലാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായും സുരേഷ് ഗോപിക്ക് അറിയാം. ആ സത്യം സുരേഷ് ഗോപി അവരുടെ കലങ്ക് മീറ്റിങ്ങുകൾ വന്നപ്പം അദ്ദേഹം വിളിച്ചു പറയുന്നു. ഇതിനകത്ത് ചർച്ച ചെയ്യാനൊന്നുമില്ല, ഇത് അദ്ദേഹം കൃത്യമായ കാര്യം കൃത്യമായി പറയുന്നു. അത്രയുള്ള ശബരിമല മീൻസ് സ്വർണ്ണപ്പാളി വിഷയം മറയ്ക്കുവാൻ വേണ്ടി ED കേരളത്തിലോട്ട് വിട്ടു. ഇത് കണക്ക് എന്ന് പറഞ്ഞ് ED കേരളത്തിലോട്ട് വിട്ടപ്പോൾ അവരൊന്നും അതിനകത്ത് അല്ലാതെ ആകുന്നില്ല കിരൺ. മെനങ്ങാന്ന് പറയും, അവര് 3 കാറൊക്കെ മേടിച്ച ആൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഭൂട്ടാൻ കാർ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് അതുമായി ഇത് ഒരു വെടിക്ക് 2 പക്ഷി. അതായത് ഇത് കണക്ക് കള്ളവാഹനങ്ങൾ മേടിക്കുന്നവന്മാരെയും പിടിക്കാം, അതോടൊപ്പം CPM-നെയും അവരുടെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ മറയ്ക്കുകയും ചെയ്യാം. ഇത് BJPയും അതായത് ബാന്ധവം ഉണ്ട്, BJPയും CPM തമ്മിലുള്ള ബാന്ധവം ഉണ്ട്. അതാണ് മുഖ്യമന്ത്രിയും മരുമകൻ റിയാസും കഴിഞ്ഞ ദിവസം അമിത്ഷായെ ചെന്ന് കണ്ടതിന്റെ വേറെ കാര്യത്തിനാണ്, കേരളത്തിന്റെ കാര്യങ്ങളാണ് സംസാരിക്കാൻ പോയെങ്കിലും ഈ ഒരു വിഷയവും കൂടി അവരിടയ്ക്ക് കൂടി സംസാരിക്കാൻ വേണ്ടിയാണ് പോയത്. അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, BJP CPM ബാന്ധവം ഈ നാട്ടിലുണ്ട്. ഇവിടെ ആദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ BJPയുടെ ഉദ്ദേശം ഇപ്പോഴല്ല, 11 വർഷം. ശ്രീ ബിനോയ്, ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ ഇതേ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തന്നെയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കേരളത്തിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും മുൻ മന്ത്രിമാർക്കും ഒക്കെ എതിരെ ഒട്ടനവധി, എണ്ണിയാൽ തീരാത്ത അത്രയും എന്ന് വേണമെങ്കിൽ പറയാം, ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുന്ന കാലത്തെല്ലാം ഈ ED അന്വേഷണങ്ങളും അവരുടെ സെക്രട്ടേറിയറ്റിന് നടയുള്ള പരിശോധനകളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അതേ ആളുകളും ഇവരും തമ്മിൽ ബന്ധത്തിലാണ് എന്നൊക്കെ എങ്ങനെയാണ് പറയാനാവുക? കിരൺ, അതൊക്കെ ഒരു നാടകമല്ലേ? കിരൺ എന്തുവാണ് പറയുന്നത്? എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും CPM-നെ അടിതറ വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് സി ബിനോയ് താങ്കൾ അത് അങ്ങനെ പറയുന്നത്? അതിന് ഒരു എന്താണ് ഒരു ന്യായം പറയാൻ താങ്കൾക്ക് എന്തൊരു ന്യായം വേണമല്ലോ? അതെന്താണ് ന്യായം തന്നെ പറയുന്ന? 25 പ്രാവശ്യമല്ല അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. ലാവ്ലിൻ കേസ് മാറ്റുന്നതും ഇതുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾ പറയുന്ന RSS BJPയും CPM-ഉമായിട്ട് ബാന്ധവം ഉണ്ട്. അല്ല, അതിന് എന്തെങ്കിലും താങ്കൾക്ക് ഒരു ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ദാ ഈ തെളിവ് താണ്ട് ഇന്ന കാര്യം ഇന്നല്ലേ തെളിവ്. അങ്ങനെ ഒരു തെളിവില്ലാതെ പറയുന്നതിനെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഈ കേസുകളൊക്കെ കേന്ദ്രത്തിലോട്ട് പോകുമ്പോഴേ ക്ലീൻ ചീട്ടായിട്ട് വരെയല്ലേ? ഈ കേസുകളൊന്നും ലാവ്ലിൻ കേസൊന്നും BJP വന്ന കാലത്തുണ്ടായതല്ലല്ലോ. അതിനു മുമ്പ് UDF അല്ലേ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന UP അല്ലേ? ആ കാലത്തും ഉണ്ടായിരുന്ന കേസുകളായിരുന്നില്ല. എങ്കിൽ അന്ന് നിങ്ങളുമായി ഡീൽ ഉണ്ടായിരുന്നൊക്കെ പറയേണ്ടി വരില്ലേ? അല്ല, ഈ കേസ് കോടതികളിൽ വരുമ്പോൾ അപ്പൊ അവിടെ കേസ് ആ കാലത്ത് വരുന്ന കേസ് എല്ലാം കോടതി വരുന്നതല്ല, അങ്ങനെ ഈ കാലത്ത് വരുന്ന അങ്ങനെയല്ല. അതെങ്ങനെയാണ് പറയുന്നത്? എന്തുകൊണ്ട് ഹാജരാവുന്നില്ല? ഞാൻ ചോദിക്കാം, ഞാനൊരു രാഷ്ട്രീയക്കാരനാ. ഈ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ കേസ് വരുമ്പോ ഹാജരാവുന്നില്ലല്ലോ. സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാവാത്തല്ലോ, കൂടുതലും കേസ് മാറ്റിവെച്ചത് CBIയുടെ വക്കീലന്മാർ ഹാജരാവാതെ അല്ലേ? അല്ലല്ല കിരണ, ഇപ്പൊ 2 പ്രാവശ്യം, ഇപ്പൊ 5 പ്രാവശ്യം മാറ്റിയല്ലേ? 2 പ്രാവശ്യം. ബിനോയ്, 2ഉം 5ഉം അല്ല, ഒരുപാട് തവണ മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കോൺഗ്രസും CPM-ഉം BJP തമ്മിൽ ഡീലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനൊരു കാരണം പറയണം. ആകെ അവർക്കുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് പൂട്ടിച്ചു കൊടുത്തത് CPM-കാരാണ്. കേരളത്തിലുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് പൂട്ടിച്ചു കൊടുത്തത് CPM-കാരല്ലേ? തൃശ്ശൂരിൽ എങ്ങനെയാണ് ജയിച്ചത്? തൃശ്ശൂരിൽ ആരുടെ വോട്ടാണ് കൂടുതൽ ചോർന്നു പോയത്? അത് കോൺഗ്രസിന്റെ വോട്ടല്ലേ ചോർന്നു പോയത്? കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നോ?
കണക്കുകൾ നോക്കുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ എന്തായാലും CPM-നേക്കാൾ കൂടുതൽ ഉത്തരവാദി BJP ആണെന്ന് കോൺഗ്രസ് ആണെന്ന് പറയേണ്ടി വരില്ലേ? ഒരിക്കലും അല്ല, CPM തന്നെ ഉത്തരവാദി. അതെങ്ങനെയാണ്? CPM തന്നെയാണ് ഉത്തരവാദി. നമ്മളെ ഇന്ത്യയിൽ BJP വളരാൻ കാരണം ഇന്ത്യയിലെ BJP വളർച്ചയ്ക്ക് അവിടെ നിൽക്കട്ടെ, താങ്കൾ കേരളത്തിലെ കാര്യം പറയും. അല്ല, കേരളത്തിലെ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു. അതായത് കേരളത്തിലെ വിഷയത്തിൽ കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, നിയമസഭയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, പൊട്ടിച്ചാരാണ്? അല്ല, അത് പൊടിയെന്താ ബാങ്ക് അക്കൗണ്ടാണ് പൂട്ടാൻ? ബാങ്ക് അക്കൗണ്ടാണ് ജനങ്ങളെ അണിനിർത്തിയത് അവിടെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. എങ്ങനെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്? അവിടെ എത്ര വോട്ടാണ് കോൺഗ്രസിന്റെ നഷ്ടമായത്? ഞങ്ങൾ അവിടെ CPM-ന്റെ വോട്ടാ. നിങ്ങൾ അങ്ങനൊന്നും പറയാതാ. CPM ലാസ്റ്റ് കൊണ്ട് വോട്ട് ചെയ്ത് അവർക്ക് ശരി, ഓക്കെ. CPM വോട്ട് പറഞ്ഞെങ്കിൽ അവിടെ വോട്ട് വലിയ തോതിൽ കുറയേണ്ടിയിരുന്നത് LDF-ന്റെ വോട്ടാണ്. അവിടെ വോട്ട് വലിയ തോതിൽ കുറഞ്ഞത് ഈ കോൺഗ്രസിന്റെ വോട്ടാണ്. സ്വാഭാവികമായും ആരുടെ വോട്ടാണ് മറുവശത്തേക്ക് പോയതെന്ന് വ്യക്തമല്ലേ? അല്ല, സുരേഷ് ഗോപി സത്യം തുറന്നു പറയുന്ന ആളാ. നിങ്ങൾ ആ വിഷയം ശരി, താങ്കൾക്ക് കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് സുരേഷ് ഗോപിയിൽ ഇത്രത്തോളം സത്യം തുറന്നു പറയുന്ന ആളെന്നൊരു വിശ്വാസമൊക്കെ ഉള്ളത് നല്ലതാണ്. പടലപ്പിണക്കം വന്നപ്പോൾ BJP കേരള നേതൃത്വം സുരേഷ് ഗോപിയെ ഉൾക്കൊള്ളുന്നില്ല. ഇങ്ങനെ ബിനോയ്, താങ്കൾക്ക് സുരേഷ് ഗോപിയിലുള്ള വിശ്വാസം പോലെ അവിടുത്തെ ചില കോൺഗ്രസ്സുകാർക്ക് സുരേഷ് ഗോപിയിൽ വിശ്വാസം തോന്നിയത് കൊണ്ടാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചത്. വീണ്ടും പറയുന്നു CPM BJP ഡീലാണ്. ചിലപ്പോ കിരണ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എനിക്ക് ഉൾക്കൊള്ളുന്നതിനല്ല ബിനോയ്, അതിനൊരു ലോജിക്ക് പറഞ്ഞാൽ ആ ലോജിക്ക് നമ്മൾ ഉൾക്കൊള്ളും. അത് നമ്മൾ പൂർണ്ണമായും പറയാൻ തയ്യാറാണ്. അല്ല, ഡീലാണ് എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. ഇന്ന കാരണം കൊണ്ട് ഡീലാണ് അത് പറയണ്ടേ? താങ്കൾ വിചാരിക്കുന്നതിനപ്പുറമാ. ശരി, ഓക്കെ, നടക്കട്ടെ ബിനോയ്. താങ്കളുടെ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കുറിച്ചാ. സുരേഷ് ഗോപി പറയുന്നത് എന്ത്, ചെയ്യുന്നത് എന്ത്, ഏത് പ്രസ്ഥാനത്തിലാണ് പുള്ളി ഒരു പൊതുപ്രവർത്തകനാണോ എന്ന് പുള്ളിക്ക് പോലും അറിയാത്ത രീതിയിലാണ് ഈ ഇടയ്ക്കുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ. പിന്നെ ഇപ്പൊ പറയുന്ന കേട്ടിട്ട് സുരേഷ് ഗോപി അല്ല, ഇനിയിപ്പൊ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനെ അവർക്ക് സഹായിക്കാനായെന്ന് കുറെ ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടു. ഇവരൊന്നും വന്നില്ലെങ്കിലും കേരളത്തിലെ അടുത്ത ഈ രീതിയിലാണെങ്കിൽ ഈ ഡീലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ ആളുകൾ വന്ന് ഇരിക്കും. ഈ രീതിയിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇടതുപക്ഷം ഇതിലും കൂടുതൽ സീറ്റിൽ ഭരണത്തിൽ വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവര് എപ്പോഴും ഡീലെന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇങ്ങനെ ഈ ഡീല് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരു കാര്യം അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിലും ഇത് നേരത്തെ ഒരു കാലഘട്ടത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതൊക്കെ ഈ ഡീല് കൊണ്ട് ഇങ്ങനത്തെ ഈ സംസാരം ഇതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനം ഇടതുപക്ഷത്തിന് ഒരു തവണ കൂടെ കൊടുക്കുന്നതല്ല. നമ്മുടെ വിഷയം വേറെന്നാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സുരേഷ് ഗോപിയെ പോലെ ഒരു കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് സംസ്ഥാനം ഇങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അന്വേഷണ ഏജൻസി ഇറക്കി അവർ ഈ താരങ്ങളുടെ അവിടെ റെയ്ഡൊക്കെ നടത്തി വാർത്ത അങ്ങോട്ട് മാറ്റിയെന്ന ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളത് പറയുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ജനൻ ഭായി. ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്, നമ്മൾ ഈ മാധ്യമ പ്രവർത്തകര് നമ്മൾ ഈ മാധ്യമം നാടിനെ അല്ലെങ്കിൽ നാട്ടുകാരെ അല്ലെങ്കിൽ സർക്കാരിനെ എല്ലാവരും നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകരെ ആര് നന്നാക്കുമെന്നൊരു ചോദ്യം 2 ദിവസമായിട്ട് തന്നെ അലട്ടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാലേ ഈ പൂച്ചയ്ക്കാരും മണി കെട്ടും എന്ന് പണ്ട് പറയുന്നത് പോലെ, അതായത് ഈ വകതിരിവ് എന്ന് പറയുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു ചർച്ചയിൽ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ഈ അടുത്ത കാലത്ത് 2 ദിവസത്തിന് മുമ്പേ ഒരു ഡോക്ടറെ വെട്ടിയപ്പോൾ മനസ്സിലായി ഷാജി എന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ ആദ്യം പറഞ്ഞ എല്ലാം കേൾക്കാനെല്ലാം തയ്യാറായ പൂർണ്ണമായും മാധ്യമ പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും എല്ലാവരും മാധ്യമപ്രവർത്തകർ തികഞ്ഞവരാണെന്നും പറയുന്നില്ല, വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷെ നമുക്ക് അത്തരം വിഷയം ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഇതിലെ വിഷയമാണ്. ഇതിലെ വിഷയത്തിൽ വേണമെങ്കിൽ താങ്കൾക്ക് അഭിപ്രായം പറയാം. അല്ലെ, ഞാനത് പറഞ്ഞോട്ടെ. ഞാനത് അംഗീകരിച്ചല്ലോ. മാധ്യമപ്രവർത്തകർക്കിടയിലായാലും പ്രശ്നങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷെ നമുക്ക് അതിനുവേണ്ടി നൽകാൻ ഈ പൊതുവേദിയിൽ സമയമില്ല. അതുകൊണ്ട് പൊതുവേദിയിൽ ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാം. അല്ല, മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉള്ളതിന് നമുക്ക് സമയം കാണില്ല. അതല്ലല്ലോ, നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന വിഷയമല്ലേ ചർച്ച ചെയ്യേണ്ടത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാം. അതല്ല, ഈ മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ഒരു വിഷയം ഒരു ദിവസം വരുന്നെങ്കിൽ അന്ന് എടുക്കാം. അന്ന് താങ്കൾ വിശദമായി പറഞ്ഞോളൂ. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാനത് പറയുന്നില്ല. എനിക്ക് അത് ഞാൻ വിട്ടു.
ഹലോ, പറഞ്ഞോളൂ താങ്കൾ. അത് ഞാൻ വിട്ടു. ആ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാല് നമ്മൾ ഈ ചൂരൽമലയായിട്ട് ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു വിധി ഉണ്ടായി. എന്തേ അതൊന്ന് ചർച്ചയ്ക്ക് എടുക്കാത്ത? ഇവിടെ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഈ പളത്തരം പറയുന്ന സുരേഷ് ഗോപിയുടെ പളത്തരങ്ങളും എല്ലാം നമ്മൾ ചർച്ചയ്ക്ക്. അങ്ങനെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി ഒരാൾ അതീവ ഗുരുതരമായ ഒരു പൊളിറ്റിക്കൽ ആരോപണമാണ് അതീവ ഗുരുതരമായ ഒരു പൊളിറ്റിക്കൽ ആരോപണമാണ് ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഇറക്കി. അത് പറയുന്ന ആരാണ്? കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമായ ആളാണ്. അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അത് തന്നെ പറയൂ. അത് പറയൂ. മറ്റു കാര്യങ്ങൾ പറയാൻ വേറെ സമയമുണ്ടല്ലോ. സുരേഷ് ഗോപി ഇരുന്നുകൊണ്ട് ഒരു 3-4 ദിവസത്തിന് മുമ്പേ എയിംസിന്റെ കാര്യം പറഞ്ഞു. എയിംസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് ആലപ്പുഴയാണ് കൊണ്ടുവരാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞ് അങ്ങോട്ട് തൂത്തുക്കുടിയിലേക്കോ എവിടെയാണ്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പിന്നീട് 2-3 ദിവസത്തിന് മുമ്പേ പത്രക്കാരി ചോദിച്ചപ്പോൾ പറഞ്ഞു നന്ദാജി എന്താ പറഞ്ഞ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ആരായത്? താങ്കൾ ഈ ഒരു വിഷയം പറയൂ. ഇത് സുരേഷ് ഗോപി കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിൽ ഒന്നുകിൽ അത് നിഷേധിക്കാം, അല്ലെങ്കിൽ ഇന്നേന്റെ കാരണങ്ങളെ തെറ്റാണെന്ന് പറയാൻ അംഗീകരിക്കാം. ഇതൊന്നും ഇല്ലാതെ ഈ വളഞ്ഞു മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? ഞാനാണോ? അത് തന്നെ. ഞാൻ വളഞ്ഞു പോയല്ലോ. സുരേഷ് ഗോപി പറഞ്ഞ പളത്തരങ്ങൾ പറഞ്ഞതാ. അത് ഈ വിഷയത്തിലല്ലേ പറയേണ്ടത്? അല്ല, സുരേഷ് ഗോപി എയിംസിന്റെ കാര്യം പറഞ്ഞല്ലേ പറയേണ്ടത്? പറഞ്ഞാലെന്താ? അദ്ദേഹം പറഞ്ഞതിന്റെ വളത്തരമല്ലേ മറ്റൊന്ന്? അടുത്തടുത്ത ദിവസങ്ങളിലല്ലേ പറഞ്ഞിട്ടുള്ളത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ശ്രീ ദിനേശനാണ്. ശ്രീ ദിനേശൻ മുക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിനേശൻ പറഞ്ഞോളൂ. സാറേ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സുരേഷ് ഗോപി ഒരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പറഞ്ഞോളൂ. സുരേഷ് ഗോപിക്ക് അറിയാം കാര്യങ്ങൾ നേരായ വഴിക്ക് അയാൾ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് CPM-നെയും പിണറായി വിജയൻ രക്ഷിക്കേണ്ട അവസ്ഥ BJP-ക്കും അതുപോലെ തന്നെ CPM-നും ഒരുപോലെ വന്നിരിക്കുകയാണ്. ശബരിമലയിലെ പ്രശ്നവും ഈ പ്രശ്നം ആളിക്കത്തി നിൽക്കുകയാണ്. ഭക്തന്മാരുടെ ഇടയിൽ ഭയങ്കര വിഷയമായി നിൽക്കുന്ന സമയത്ത് അതിന് എങ്ങനെയെങ്കിലും സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ഭക്തന്മാർക്ക് ഈ സ്വർണ്ണപ്പള്ളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണോ ഉദ്ദേശിച്ചത്? ഭക്തന്മാരുടെ വിഷയമല്ലേ? അതെ. അതിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ CPM-നെയും സർക്കാരിനെയും രക്ഷപ്പെടുത്തിയുണ്ട്. എന്താണ് സർക്കാരിനെതിരെ അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ബദൽ സംഗമം അടക്കം സംഘപരിവാർ സംഘടനകൾ നടത്തിയതല്ലേ? പിന്നെ അവർക്ക് എന്താണ് സംഘടനകൾ നടത്തിയതുകൊണ്ട് BJP കഴിയില്ലല്ലോ. BJP ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ 100% CPM-ന് അനുകൂലമായിട്ടാണല്ലോ. അതുമാതിരി തന്നെ CPM എടുക്കുന്നത് 100% BJP-ക്ക് അനുകൂലമായിട്ടുണ്ടേ. നമുക്കറിയാം രാഹുൽ ഗാന്ധി വോട്ട് ചോരിയാതിനെതിരായിട്ട് പറഞ്ഞ സമയത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരും BJP ഇതര മുഖ്യമന്ത്രിമാരും അതിനെതിരായിട്ട് പ്രസ്താവന ഇറക്കി. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതേമാതിരി തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപാട് ഇവിടുന്ന് ഗൾഫിലേക്ക് വിട്ടു. അതേസമയം ബാക്കിയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും BJP ഇതര മുഖ്യമന്ത്രിമാരൊക്കെ ഇലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് പോയി. ഇതൊക്കെ വ്യക്തമായുള്ള നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ദിനേശനാണ് മുക്കത്ത് അഭിപ്രായം പറഞ്ഞത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിലെ സർക്കാർ CPM പ്രതിരോധത്തിലാവുമ്പോൾ രക്ഷിക്കാൻ കേന്ദ്ര ഏജൻസി എത്തുന്നു എന്ന് പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രിയാണ്. നമസ്കാരമുണ്ട്. അതൊരു തമാശയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കോമഡി പോലൊരു വിഷയം നിങ്ങൾ എന്തിനാണ് ചർച്ചയ്ക്കെടുത്തതെന്നാണ് എന്റെ ആദ്യത്തെ സംശയം. ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒരു ഗുരുതരമായ അഭിപ്രായം പറയുമ്പോൾ കോൺഗ്രസ്സുകാർ നേരത്തെ ഉന്നയിക്കുന്ന ആരോപണം കൂടിയല്ലേ അത്? അതെ, അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ നടത്തിയ ഒരു പരിപാടിയാണ് ഈ റെയ്ഡ് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അതെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്.
അതെ, അപ്പൊ കേരളത്തിന് വേണ്ടി അത്രയും കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കേന്ദ്രമാണ് കേന്ദ്രത്തിലുള്ളതെങ്കിൽ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കേന്ദ്രം തന്നുകൊണ്ടേ ഇരിക്കണ്ടേ? ഇന്നും മുഖ്യമന്ത്രി അവിടെ ഡൽഹിയിൽ പോയി, ഇന്നലെ ഇന്നുമായിട്ട് അവിടെ പോയി ഡൽഹിയിൽ മന്ത്രിമാരെ എല്ലാം കണ്ട് ഓരോ നിവേദനം കൊടുത്തിട്ടാ വരുന്നത്. എന്ത് കിട്ടുന്നത് എന്തായിരിക്കും നമുക്കറിയാമല്ലോ. നമുക്ക് എയിംസ് തരുമെന്ന് പറഞ്ഞിട്ട് എത്രയോ നാളുകളായി. എയിംസ് തരുമെന്ന് പറഞ്ഞത് പണ്ട് വാജ്പേയിയുടെ കാലത്ത് പറഞ്ഞിട്ടുള്ളതാ. പണ്ട് വാജ്പേയി കുമരകത്ത് നിന്ന് ഒരാഴ്ച താമസിച്ചിട്ട് പോയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടാ പോയോ, എല്ലാം കിട്ടിയോ? വയനാട്ടില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് അവിടെ എല്ലാം നടന്ന് കണ്ടിട്ട് ആശുപത്രിയിലൊക്കെ പോയി എല്ലാരെയും കണ്ട് ആ ഒരു കൊച്ചിന് 2 ചക്കരയമ്മയും കൊടുത്തു പോയതല്ലാതെ എന്തെങ്കിലും ഇങ്ങോട്ട് തന്നോ? ചക്കരയമ്മയല്ലേ കിട്ടിയുള്ളൂ. പിന്നെ എങ്ങനെയാണ് കേരള ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെ വിഷയം മാറ്റാൻ വേണ്ടിയാണ് ഈ റെയ്ഡ് നടത്തിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഉടനെ അതിന്റെ മേലെ കയറി തൂങ്ങുന്ന കോൺഗ്രസ്സുകാരെ എന്ത് പറയാനാ? ശരിക്കും സുരേഷ് ഗോപി പറഞ്ഞ അതുകൊണ്ടൊന്നും അല്ല. സുരേഷ് ഗോപിക്ക് പറയാൻ ഒന്നാമത് സുരേഷ് ഗോപി മണ്ടത്തരം പറഞ്ഞ് പഠിച്ച ഒരാളാണ്. സുരേഷ് ഗോപി ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഏതെങ്കിലും തിരക്കഥാകൃത്ത് സംഭാഷണം എഴുതുന്ന സിനിമാക്കാർ എഴുതി കൊടുത്തെന്ന് പറഞ്ഞ് പഠിച്ച സുരേഷ് ഗോപിക്ക് സ്വന്തമായിട്ട് പറയാനൊന്നും അറിയത്തില്ല. അത് നമ്മൾ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൂടെ മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ഇപ്പൊ കാണിക്കുന്നത് എന്താണ്? ആ തേന്മാവൻ കൊമ്പത്തെ സിനിമ പോലെ നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടി വിഡിത്തങ്ങൾ കാണിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ നിവേദനം കൊടുക്കാൻ പോയവരുടെ അനുഭവമൊക്കെ അറിയാമല്ലോ. ഈ സുരേഷ് ഗോപി ഇപ്പൊ പറയുന്നതിനകത്ത് വേറെ കാര്യമുണ്ട്. കാരണം സുരേഷ് ഗോപിയും സിനിമാ കുടുംബത്തിൽപ്പെട്ട ആളാണ്. സിനിമാ കുടുംബത്തിൽപ്പെട്ട സുരേഷ് ഗോപി ഉള്ളപ്പോ അതേ കുടുംബത്തിലുള്ള മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ വീട്ടിൽ ഇഡി കയറി കഴിഞ്ഞപ്പോ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കണ്ടേ? അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ളവർ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തത്തില്ലയോ? ഒരുപക്ഷെ സുരേഷ് ഗോപിയെ കൂടിയിട്ടായിരിക്കും ഈ പറഞ്ഞ മമ്മൂട്ടിക്കും ദുൽഖർ ദുൽഖറിനും സുരേഷ് ഗോപിയെ സിനിമാക്കാരെ രക്ഷിക്കാരെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നത്? സിനിമാക്കാരുടെ വീടുകളിലേക്ക് റെയ്ഡിന് ഇഡിയെ വിട്ടത് സർക്കാരിനെ രക്ഷിക്കാരെന്നല്ലേ സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത്? അല്ലെന്ന് ഈ ഇഡി പ്രശ്നത്തില് സുരേഷ് ഗോപിക്ക് ഒരു പഴി വരാതിരിക്കാൻ വേണ്ടി സിനിമാ കുടുംബത്തിൽ ഒരാൾ ഉണ്ടായിട്ടും കൂടെ സിനിമാക്കാരുടെ വീട്ടിൽ ഇഡി കയറിയല്ലോ എന്നുള്ള പഴി വരാതിരിക്കാൻ വേണ്ടി സുരേഷ് ഗോപി വഴി തിരിച്ചുവിട്ട ഒരു ചാനലാണിത്. അല്ലാതെ കേരളത്തിലെ രക്ഷിക്കാനോ കേരളത്തിലെ സർക്കാരിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ വഴി തിരിച്ചുവിടാനോ ഉള്ള പരിപാടിയൊന്നും അല്ല ഇത്. വ്യക്തമാണ്. അതാണ് അതിന്റെ കാര്യം. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ശ്രീ ജെയിംസ് ആണ് അയർകുന്നത്ത് നിന്നാണ്. ശ്രീ ജെയിംസിലേക്ക് പോകും മുമ്പ് നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ചില സത്യങ്ങൾ ചില സമയത്ത് ആരും വിശ്വസിക്കില്ലെന്നാണ് ഷാഫി @123 പറയുന്നത്. ന്യൂസ് തിങ്കർ പറയുന്നു, സുരേഷ് ഗോപിക്ക് ട്രംപ് ബാക്ടീരിയ ഫീവർ ആണെന്ന് തോന്നുന്നു. നാളെ മുതൽ നൊബേൽ സമ്മാനം വേണമെന്ന് പറയും. പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ കേരള ട്രംപ് എന്നറിയപ്പെടും എന്നൊക്കെ പറയുന്നു. അങ്ങനെ പല സമയത്തും കേരള സർക്കാരിനെ രക്ഷിക്കാൻ ഗവർണറെ ഇറക്കി ശ്രമിച്ചിട്ടുണ്ട്. സർക്കാർ പ്രതിസന്ധിയിലായ സമയത്ത് ഈ സമയത്തും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഷാഫിയാണ്. ശുദ്ധ വിവരക്കേടല്ലേ സുരേഷ് ഗോപി പറയുന്നത് എന്ന് ഗൗതമം പറയുന്നു. ജയകുമാർ പറയുന്നു, സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. സ്വർണ്ണക്കടത്തും ബിരിയാണി ചെമ്പിൻ്റെയും അന്വേഷണം പോയ വഴി വെച്ചിട്ടാവും സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് പറയുന്നു. മറ്റ് വീണ്ടും ഗൗതവുമായിട്ടൊക്കെയുള്ള തർക്കങ്ങൾ ആണ് എന്ന് തോന്നുന്നു തുടർച്ചയായിട്ടുള്ളത്. എന്തായാലും അത് തൽക്കാലം ഒഴിവാക്കുകയാണ്. ഗ്ലാഡിയേറ്റർ പറയുന്നു, ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് ഇൻ്റർനാഷണൽ കള്ളക്കടത്ത് വഴി വന്ന ഇടപാടുകളാണ്. ശബരിമല വിഷയം മോഷണവും കള്ളക്കടത്തും രണ്ടും ഇതല്ലോ നമ്മുടെ വിഷയം. ശ്രീ ഗ്ലാഡിയേറ്റർ, നമ്മൾ പറഞ്ഞത് ആ അന്വേഷണം കൊണ്ടുവന്നത് എന്തിനാണ് എന്നുള്ള അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഫയർഫ്ലൈ പറയുന്നു, ഗോപിക്കൊരു തെറ്റ് പറ്റിയതായി ഇ ഡിയെ നിയന്ത്രിക്കുന്നത് പിണറായി ആണെന്നോർത്ത് ഗോപിക്ക് പറഞ്ഞതാവും എന്നാണ് ഫയർഫ്ലൈ പറയുന്നത്. എന്തായാലും മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. സുരേഷ് ഗോപിക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു സത്യം പറഞ്ഞതാണ്, അത് അങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല എന്ന് ജയകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ നന്ദകുമാർ പി പറയുന്നു, ദൈവത്തിൻ്റെ നാടിനെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രബുദ്ധ കേരളം എന്നുള്ള കാര്യം പറയുന്നു. എന്തായാലും വീണ്ടും സുരേഷ് ഗോപിക്ക് തമ്പ്രാനായി ഇങ്ങനെ ഇരിക്കണം, ഒരു വിവരവും എന്തായാലും അങ്ങനെ പറയുന്നത് ശരിയല്ല, വിവരം ഇല്ല എന്ന് വിവരം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അത് പറഞ്ഞതിനൊക്കെ വിമർശിക്കാം. പക്ഷേ ശ്രീ ജെയിംസ് അയർകുന്നം പറഞ്ഞോളൂ. സാറേ, ഇപ്പൊ ഈ BJP-യുടെ നേതാക്കന്മാരൊക്കെ കാര്യമായിട്ടൊന്നും മിണ്ടാതിരിക്കുക. അപ്പൊ സുരേഷ് ഗോപിക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ ആളുമില്ല ഇപ്പം. അത് സതീശൻ പറയുന്ന കേട്ടൊക്കെ പുള്ളി ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടാണ് ഇപ്പൊ ഇവർ ഈ സമരങ്ങളൊക്കെ. ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു സമരവും പ്രതിപക്ഷം നടത്തുന്നില്ല. പിണറായി വിജയൻ ചെയ്യുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഓരോരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കി വരും. അതിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഈ സുരേഷ് ഗോപി ഇറങ്ങിയിരിക്കുകയാണ്. അയാൾക്ക് രാഷ്ട്രീയപരമായിട്ടൊന്നും അറിയത്തില്ല. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളുടെ പാർട്ടി ഈ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ
ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഏജൻസിയെ വിട്ടതാണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. ശരിയാണോ? അത് സുരേഷ് ഗോപി അല്ലേ സാർ മന്ത്രിസഭയിലുള്ള ആള്? അതെ. അല്ലാതെ മറ്റുള്ളവരോ ഞാനോ അല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയുന്ന കാര്യം കൂടുതൽ അറിയാൻ സാധിക്കുമല്ലോ. പിന്നെ പിണറായി വിജയൻ നിവേദനം കൊടുക്കുവാണെന്നല്ല ഇപ്പൊ ഡൽഹിയിലേക്ക് വാഞ്ഞത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിലും വല്ല വിദ്യാധാരണ അവർ. പിന്നെ എന്തിനാണ് പിണറായി വിജയൻ പോയത്? കേരളത്തിന് വേണ്ടി നിവേദനം കൊടുക്കാൻ. കേരളത്തിലെ ഭരണം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചക്കാം. മനസ്സിലാ? അതെന്ത് ചർച്ചയാണ് ശ്രീ ബാലകൃഷ്ണൻ? അതിനെന്ത് സംശയം? അത് ഓപ്പണായ ചർച്ചയല്ലേ ഇത്? അടുത്ത തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്ത് കേരളത്തിൽ അധികാരത്തിലെത്താൻ BJP സഹായിക്കും. യാതൊരു സംശയവുമില്ല. അപ്പൊ BJP അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി അവര് തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണോ? അവരുടെ വോട്ടൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുകയാണോ? അത് ചാണക്യൻ അമിത്ഷാന്റെ അജണ്ടയാണ് സാർ. അത് കാത്തിരുന്ന് കാണാം. ഞാൻ എപ്പോഴും സാറിനോട് പറഞ്ഞിട്ടില്ലേ, കേരളത്തിൽ. അപ്പൊ താങ്കളൊക്കെ അങ്ങനെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്? തീർച്ചയായും ഇടതുപക്ഷം ഒരു പ്രാവശ്യം വരണം സാർ. കാരണം ഈ ഘോരഘോരം പ്രസംഗിക്കുന്നവരുണ്ടോ, പിണറായി വിജയൻ അത് ചെയ്തു, പിണറായി വിജയൻ ഇത് ചെയ്തു, പിണറായി വിജയൻ ഇവിടെ പാലും തേനും ഒഴുക്കി എന്നൊക്കെ പറയുന്നവർക്ക് ഒരു പാഠം പഠിക്കണം സാർ. ഒരു പ്രാവശ്യം വരണം. ശരി, ഓക്കെ. ഇതൊക്കെ 20 വർഷം മുമ്പേ എനിക്കൊക്കെ ഉള്ള അഭിപ്രായമാണ്. തുടരെ ഇടതുപക്ഷത്തിന് 2-3 പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ഇടതുപക്ഷം ബംഗാളിനേക്കാൾ കടുപ്പത്തിൽ കേരളത്തിൽ നഷ്ടപ്പെടും. ശരി ശ്രീ അപ്പൊ ബാലകൃഷ്ണൻ. അതുകൊണ്ട് ഇത് ചർച്ചയാണ്. സുരേഷ് ഗോപിനെ പരിഹസിക്കുന്നവരാണ് മണ്ടന്മാർ. ശരി, എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയുടെ കേന്ദ്ര സർക്കാരിന്റെ വിശ്വാസ്യതയെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ക്യാബിനറ്റിലല്ലേ സാർ ഉള്ളത്? സത്യം എന്താ? രാഷ്ട്രീയത്തിൽ ആരും ശത്രുക്കളൊന്നുമില്ലല്ലോ. അഥവാ ഒരു ചർച്ച അങ്ങനെ നടത്തിയിട്ടുണ്ട്, അതിലെന്താ തെറ്റ്? ഇവരൊക്കെ ആരൊക്കെ ശിവസേനയെ കൂട്ടിയിട്ട് മുന്നണിയല്ലേ ഇന്ത്യ മുന്നണി. ഇടതുപക്ഷത്തിന് കൂടാൻ പറ്റുമോ സാർ? എന്തായാലും കേരളത്തിലെ എന്തായാലും കേരളത്തിലെ BJP-യുമായി ഏതെങ്കിലും കാലത്ത് യോജിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോ അങ്ങനെ കണക്കൂട്ടലോ എനിക്ക് എന്തായാലും ഇല്ല. അല്ല, BJP-ക്ക് അങ്ങനെ ഒരു ഇതില്ല സാർ. BJP-ക്ക് അങ്ങനെ ഇല്ലെന്നറിയാം. BJP കശ്മീരിൽ ഏതൊക്കെ പാർട്ടികളുമായി യോജിച്ച് ഒരു കാലത്ത് എതിർത്ത പാർട്ടികളുമായി യോജിച്ച് ഭരണം വരെ നടത്തിയിട്ടുണ്ട്. BJP അങ്ങനെ ഭരണം കിട്ടാൻ വേണ്ടി ആരുമായി യോജിക്കുന്നതിന് BJP-ക്ക് അങ്ങനെ തടസ്സമൊന്നുമില്ലോ. അല്ല, രാഷ്ട്രീയത്തെ സംബന്ധിച്ചല്ലേ സാർ? അത് രാഷ്ട്രത്തെ സംബന്ധിച്ചൊന്നുമല്ല, അധികാരത്തെ സംബന്ധിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ രാഷ്ട്രത്തെ സംബന്ധിച്ചതല്ല. രാഷ്ട്രത്തെ സംബന്ധിച്ചത്. അതെങ്ങനെയാണ് ആവുന്നത് ശ്രീ ബാലകൃഷ്ണൻ? എതിരാളികളായി നിൽക്കുന്ന പാർട്ടിയുമായിട്ട് പോലും യോജിക്കാം എന്ന് കണ്ടിട്ട് എല്ലാ ആശയവ്യത്യാസങ്ങളും മാറ്റിവെച്ചിട്ട് യോജിച്ച് ഭരണം പിടിക്കുന്നതിനെ അത് രാഷ്ട്രത്തെ സംബന്ധിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ കടുപ്പത്തിൽ പറയാതെ ശ്രീ ബാലകൃഷ്ണൻ. അങ്ങനെയാണ് ഞാൻ സാറിനോട് നേരത്തെ ചോദ്യം ചോദിച്ചല്ലോ. ശിവസേന ഉൾക്കൊള്ളുന്ന മുന്നണിയിൽ ഇടതുപക്ഷത്തിന് പങ്കാളിയാവാൻ, കോൺഗ്രസിന് പങ്കാളിയാവാൻ പറ്റുമോ? അതെങ്ങനെയാണ്? എവിടെയെങ്കിലും പങ്കാളി ആര് ഉൾക്കൊള്ളുന്നത്? ശിവസേനയോ? ശിവസേന ഇടതുപക്ഷം പങ്കാളിയായിട്ടില്ലല്ലോ, കോൺഗ്രസ് അല്ലേ പങ്കാളിയായിട്ടുള്ളത്? ആരാ സാർ ഇന്ത്യ മുന്നണി പങ്കാളികൾ? ശിവസേനയുമായിട്ടുള്ള സഖ്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ പങ്കാളികൾ ആരൊക്കെയാ സാർ? ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയാണോ CPIM? ഇന്ത്യ മുന്നണിയിലെ ഔദ്യോഗികമായി കക്ഷിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും കൂടി പറയേണ്ടി വരും. ഔദ്യോഗിക ഭരണം കിട്ടിയാലല്ലേ ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റും. അല്ലാതെ തന്നെ ഔദ്യോഗികമായി അവർ കക്ഷിയായി ചേർന്നിട്ടില്ല. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊന്നും അതൊരു മുന്നണി സംവിധാനമല്ല, കൂട്ടായ്മയാണ്. അവർ ഒരുമിച്ചല്ല മത്സരിക്കുന്നത്, അവർ വ്യത്യസ്തമായിട്ടാണ് മത്സരിച്ചത്. ചില സംസ്ഥാനങ്ങളിൽ അവർക്ക് അവിടെ യോജിക്കാൻ കഴിയുന്നവരുമായി യോജിക്കും, അല്ലാത്തടത്ത് പരസ്പരം മത്സരിക്കും. CPM-ഉം കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ കക്ഷയല്ലേ? അവർ പരസ്പരമല്ലേ കേരളത്തിൽ മത്സരിച്ചത്? അത് അവരുടെ അധികാര പടംവലിയാണ് സാർ. അതെങ്ങനെയാണ് അധികാര പടംവലിയാവുന്നത്? കേരളത്തിൽ പ്രാധാന്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന അധികാര പടംവലിയാവും? സംശയം. ശരി, ഓക്കെ. എന്തായാലും ബാലകൃഷ്ണൻ അങ്ങനെ ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഗൗരവമായി എടുത്താൽ അത് അത്യന്തം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ഇടതുപക്ഷത്തെ സഹായിക്കാൻ BJP കേന്ദ്ര ഏജൻസിയുടെ സഹായം വിട്ടുകൊടുക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു കളവിനെ ഏതെല്ലാം തരത്തിൽ മൂടിവെക്കാൻ ശ്രമിക്കുന്നു, ആ എല്ലാ ശ്രമത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങളാണ്, ഡ്രാമയാണ് ഇപ്പോൾ. ഇത് നേരത്തെ ഇടതുപക്ഷം മുന്നിൽ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വരും, അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം. ആദ്യം തന്നെ അവർ നടത്തിയ ഈ അയ്യപ്പ സംഘവും ഉണ്ടല്ലോ, അതുകൂടി ഇതിൽ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് ചില സംഗതികളൊക്കെ ഒപ്പിക്കാമെന്ന് കരുതിയത് അത് മഹാ അബദ്ധമായി അവർക്ക് തീർന്നു. അതിനുശേഷമാണ് ഇതിന്റെ യഥാർത്ഥ കള്ളക്കളികൾ ഓരോന്നായിട്ട് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെ ഈ കളവ് എന്തായാലും പുറത്ത് വരിക തന്നെ ചെയ്യും. അതിനെ മറയാക്കാൻ വേണ്ടി
ആ ഒരു വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന വേലകളിൽ ഒന്നാണ് ഈ പറഞ്ഞതൊക്കെ. അതായത് നമുക്കറിയാലോ, ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞ നിയമസഭയിൽ നടന്ന നാടകം 3 ആളുകളെ സസ്പെൻഡ് ചെയ്തു. അത് വാർത്താ പ്രാധാന്യം കിട്ടി, മാധ്യമങ്ങളിലൊക്കെ അത് നിറഞ്ഞു നിൽക്കും എന്നും കരുതി. പക്ഷെ അതൊന്നും ഇതിൽ യേശുന്നില്ല. ഓരോ സംഗതികളും, കളവിലെ ഓരോ സംഗതികളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തീർച്ചയായും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇനിയും പല വെടികളും പൊട്ടും. ഇത് സാധാരണ ജനങ്ങള് കുറെ കാലമായി ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഇത് സരിതയുടെ കേസ് മുതൽ ഇപ്പൊ അയ്യപ്പൻ വരെ എത്തി നിൽക്കുകയാണ്. പിന്നെ ഈ സുരേഷ് ഗോപിയുടെ വാക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയം പറ്റുന്ന പണിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമ മോഡലാണ് ഇപ്പോഴും പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ നിന്നും പ്രവർത്തിച്ച് പരിചയം എത്രയോ വർഷങ്ങൾ ആയാലേ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വത ഉണ്ടാവുള്ളൂ. അത് ഈ സുരേഷ് ഗോപിക്ക് ഇല്ല. പുള്ളിയുടെ വർത്തമാനവും പുള്ളിയുടെ പ്രവൃത്തിയൊന്നും ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയതല്ല. പുള്ളി ലേലം പോലെയുള്ള സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഈ അഭിപ്രായത്തെ കാണുന്നത്? എടാ കിരൺ ബാബു, ഞാൻ പല അവസരത്തിലും സുരേഷ് ഗോപിനെ പിന്തുണച്ച ആളാണ്. ഇങ്ങനെ പന്നീർ രവീന്ദ്രന്റെയും സുധീരന്റെയും ആന്റണീന്റെ ഗണത്തിൽ ഞാൻ പറഞ്ഞപ്പോ കിരൺ ബാബു അത് ചോദിച്ചായിരുന്നു. അതെ, ഞാൻ ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾ ആ നേതാക്കന്മാരുടെ ഗണത്തിലേക്ക് സുരേഷ് ഗോപിയെ കൂടി പറഞ്ഞപ്പോൾ അത് എന്റെ ലോജിക്കിന് ഒരിക്കലും യോജിക്കുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി. കാരണം ഈ സുരേഷ് ഗോപി MP ആയതോട് കൂടിയിട്ട് അയാൾക്ക് എന്തെല്ലോ തെറ്റുപറ്റിപ്പോയി. പിന്നെ കിരൺ ബാബു, ഞാൻ ഈ ബിഷപ്പിനെ ആത്മമായിട്ടല്ല ഞാൻ പറയാനുള്ളത്. ഞാൻ ഒരു മാപ്പ് പറയാൻ വേണ്ടി വിളിച്ചു. പിന്നെ ഈ പൊതുവേദിയിൽ ഞാൻ ഒരു സാധാരണക്കാരനാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ 2-3 തവണ എല്ലാ പ്രേക്ഷകരും കേരളത്തിന്റെ ഉള്ളിലും പുറത്തും ഇന്ത്യക്ക് വെളിയിലും 10,000 ആൾക്കാരെ കാണുന്ന പരിപാടിയാണ്. എല്ലാ ആൾക്കാരും കൂടി ഞാൻ മാപ്പ് ചെയ്ത് ഞാൻ ഒരു 3 പ്രാവശ്യം ഞാൻ മദ്യപിച്ചുകൊണ്ട് ഈ പൊതുവേദി വിളിക്കാൻ റെഡിയായിട്ടുണ്ട്. അത് അങ്ങേയറ്റ ചെറ്റത്തിലായി പോയെന്നും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാനും ഈ മൊത്തം പ്രേക്ഷകരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. അതിന് മാനസികമായിട്ട് കുറെ വിളിക്കാൻ കുറെ അവസ്ഥയായി. ഭയങ്കര ടെൻഷനാണ്. ഞാൻ കുറച്ച് ട്രാക്ക് മാറി ഓടിപ്പോയി കുറച്ച് ദിവസം. അത് മാറി നേരെയാക്കി. ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അത് പറയാൻ വേണ്ടി മാത്രമേ ഇന്ന് വിളിച്ചത്. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഒന്നും കൂടെ പറയുന്നത്, 2017 മുതൽ ഈ പൊതുവെ തുടങ്ങിയ കാലം മുതൽ അന്ന് രാവിലെ 7:15-നും 4:30-ക്കും രാത്രി 8 മണിക്കും രാത്രി 9:00-ക്കും ഈ 4 തവണയും വിളിച്ച ആളാണ് ദാസൻ കണ്ണൂർ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എല്ലാ മൊത്തം ആൾക്കാരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. എന്റെ തെറ്റുപറ്റിപ്പോയി. എന്റെ ജീവിതം ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ ഏറ്റവും തെറ്റിനെ പറ്റി കേൾക്കും മാപ്പ് ചോദിക്കുന്നത്. എന്റെ കറക്റ്റിൽ ശരി, താങ്കളുടെ ഒരാൾ ഒരു തെറ്റ് പറ്റി അത് അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി തന്നെ അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒരു തിരുത്തില്ല. ഒരാൾ ഒരു തെറ്റ് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തിരുത്തും. വളരെ മാതൃകാപരമായ പ്രവർത്തനം, അഭിപ്രായങ്ങളൊക്കെ വളരെ ആർജവത്തോടു കൂടി പറയുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ് ദാസൻ കണ്ണൂർ. എന്തായാലും താങ്കൾ അങ്ങനെയൊക്കെ ഇനി അങ്ങനെയാണ് വിളിച്ചിരുന്നെങ്കിൽ പോലും താങ്കൾ പലപ്പോഴും മാന്യമായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതിന് പ്രത്യേകമായ അങ്ങനെ മാന്യതയോടുകൂടിയും പക്വതയോടുകൂടിയും പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ് ദാസൻ കണ്ണൂർ. എന്തായാലും താങ്കൾക്ക് പ്രത്യേകമായ അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ഇത്തരം ഒരു മാതൃകാപരമായ രീതിയിലേക്കുള്ള താങ്കളുടെ ഒരു പ്രവർത്തനത്തിന് കൂടി. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ സുരേഷ് ഗോപി പറഞ്ഞതിൽ കാര്യമുണ്ടോ? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നത് സ്ലിപ്പ് ഓഫ് ദ ടങ്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സംഭവിച്ചതാണ് സുരേഷ് ഗോപിക്ക്. ഒരു സത്യം പുറത്തേക്ക് വന്നു. പക്ഷെ ആ സത്യത്തിനെ സാധൂകരിക്കുന്ന 1-2 കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ടി.വിയിൽ കേട്ട അറിവ് ശരിയാണെങ്കിൽ പിണറായി വിജയനും പ്രധാനമന്ത്രിയും നേർക്ക് നേർ ഒറ്റയ്ക്കാണ് ചർച്ച നടത്തിയതെന്ന് എവിടെയോ ഞാൻ സ്ക്രോൾ ചെയ്ത് കണ്ട പോലെ തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ പോകുമ്പം ചീഫ് സെക്രട്ടറി കൂടെ ഉണ്ടാകുക എന്നുള്ളത് ഉണ്ട്. പിന്നെ നമ്മൾ കുറെ ലക്ഷങ്ങൾ മുടക്കി ഒരാളെ KV തോമസിനെ അവിടെ ജോസഫ്, പിന്നെ ഇത് എനിക്ക് അറിയില്ല,
അങ്ങനെയൊക്കെ ആണെങ്കിലും പലപ്പോഴും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരോട്ടൊക്കെ ചർച്ച നടത്തുന്ന സമയത്ത് അവർ ഒറ്റയ്ക്കും ചർച്ച നടത്താറുണ്ട്. അത് ഇപ്പോഴുണ്ടായ ഒരു പതിവൊന്നുമല്ല. നേരത്തെയുമൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കാണും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കാറുണ്ട്. ഒരു പദ്ധതിയൊക്കെ സംബന്ധിച്ച് അങ്ങനെ പല ചർച്ചകളും ഔദ്യോഗിക ചർച്ചകളുടെ ഭാഗമായി അനൗദ്യോഗികമായി അത്തരം ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് എന്താണ് പറഞ്ഞതെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും മോശപ്പെട്ട ഒരു കാര്യമാണോ ഒന്നും പറയാൻ കഴിയില്ല. ഇത് മോശപ്പെട്ട കാര്യമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. അതായത് ബഹുമാനപ്പെട്ട കിരൺ ഒന്ന് രണ്ട് പ്രാവശ്യം റെഫർ ചെയ്തു, CPM-നെയും അതുപോലെ പിണറായി അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒക്കെ ED പുറകെ നടന്ന് കേസ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചു. മറ്റു മുഖ്യമന്ത്രിമാരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷത്തുള്ളവരെ പിടിച്ച് ജയിലിലിട്ടപ്പം ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും വളരെ തെളിവോടുകൂടി അദ്ദേഹത്തിന്റെ പല കേസുകളിൽ പെട്ടിട്ടും മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കേസ് താങ്കൾക്ക് അറിയാവുന്ന, ഞാനൊരു പാർട്ടിക്കാരനെന്നുള്ളല്ലോ ഒരു പക്ഷം ചേർന്ന് പറയല്ല, ഈ പണം വാങ്ങിച്ചിരിക്കുന്നതിന്റെ വിവരങ്ങളൊക്കെ അറിയാം. അവരെയും ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് ഇനി തയ്യാറാകുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞതും ഈ അയ്യപ്പനെ, അതായത് താങ്കൾ പറഞ്ഞതിൽ ചെറിയൊരു സാങ്കേതിക പിഴവ് കൂടി ഇടയിലുണ്ട്. അത് ഒന്നുകൂടി ശ്രദ്ധിക്കുമല്ലോ എന്നുകൂടി ചൂണ്ടിക്കാണിക്കാൻ. നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. ശ്രീ ജയകുമാർ, തിരുവനന്തപുരം, വളരെ വേഗത്തിൽ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഈ സുരേഷ് ഗോപി പറഞ്ഞത് സത്യമല്ലേ സാറേ? ഘട്ടത്തിലും താങ്കൾ പറഞ്ഞോളൂ. പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്ന് പറഞ്ഞതാണ്, മൂന്നാം പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ നടക്കുന്നത്, അവിടെ സ്വർണ്ണക്കൊള്ളയല്ലേ നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ ഒന്ന് പറഞ്ഞതാണ്. എന്നിട്ടൊരു നടപടി എടുക്കാതെ സാർ നേരത്തെ ആരുടെ ചോദിച്ചു എന്തെല്ലാം കേസ് കേന്ദ്രം എടുത്തു എന്ന്. എന്തെല്ലാം കേസ് എടുത്തു? ഏതെങ്കിലും കേസിലൊരു നടപടി ഉണ്ടോ? അവർക്ക് ആവശ്യം 2 സീറ്റാണ്. അത് എന്തായാലും നമ്മൾ മുഖ്യമന്ത്രി തയ്യാറായി കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ തന്നെ കോൺഗ്രസിന്റെ 85,000 വോട്ട് കുറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് ബൾക്കായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ട് BJPക്ക് എടുത്തപ്പോൾ അയാൾ ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കുത്തിക്കൊടുത്തതാണ്. അല്ലാതെ എല്ലാം കോൺഗ്രസ്സുകാർ കൊണ്ട് നേരെ കുത്തിക്കൊടുത്തതല്ല. അവിടെ നല്ല വർക്ക് തന്നെയാണ് നടത്തിയത്. അപ്പൊ ഈ പ്രധാനമന്ത്രി താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞാണെന്നും സുരേഷ് ഗോപി സത്യസന്ധനാണെന്നും അങ്ങനെയല്ല, സുരേഷ് ഗോപി പറയുന്നതിന് അത്ര ഗൗരവമായൊന്നും കാണേണ്ടതില്ല എന്ന് പറഞ്ഞവരും രാഷ്ട്രീയമായി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് കേരള രാഷ്ട്രീയത്തെ കൂടി വളരെ ചർച്ചയായി വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. സുരേഷ് ഗോപി അല്ലാതെ മറ്റേതെങ്കിലും BJP നേതാവായിരുന്നു ഇത് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വലിയ ചർച്ചകൾ കൂടി ആയാൻ സാധ്യത കൂടി ഉണ്ടായിരുന്ന ഒരു വിഷയം കൂടിയാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.